താങ്ക്സ്. എന്താണ് ബെഡ്സിൻ്റെയോ? എവിടെയാ? ഈ ജംഗ്ഷനിലെ ലെഫ്റ്റ് സൈഡിലായിട്ട് 50 രൂപയാണ് ചാർജ്. പക്ഷേ 50 മേളിലുണ്ട്. കാരണം നമുക്ക് ജസ്റ്റ് കയറുമ്പോൾ തന്നെ ഫുഡായിട്ട് കയറ്റി കൊടുക്കും. എൻജോയ് ചെയ്യാം. ഓക്കെ ശരി. ബേർഡ്സിൻ്റെ കുറച്ച് ഇവിടെ എനിക്ക് തോന്നുന്നു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഈ കിളികളെ നമുക്ക് ഫുഡ് കൊടുക്കാനും പിന്നെ കളിപ്പിക്കാൻ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. 50 രൂപയാണ് കൈ. കയറി നോക്കാം. ഫുഡ് എൻ്റെ കറുത്ത് ഫുഡ് കഴിക്കണോടാ. ഇതാരാ ഒരു പേരില്ല. നിങ്ങൾക്ക് കടിക്കുന്ന ഇതെന്ത് ഫുഡ് തീർന്നു. ഇപ്പം എല്ലാവരും പോകുന്നതാണെന്ന് തോന്നുന്നത്. എൻ്റെ 2 ഷോൾഡറിൻ്റെ 2 വേറെ പറഞ്ഞാ ഡേയ് കടിക്കുന്നു ഞാൻ. ഇതെന്ത് കാണിക്കും? എൻ്റെ 2 കായൽ വാച്ച് ഡാടാ കടിക്കല്ലേ. ഇതെന്നാണെങ്കിൽ വാച്ച്, എൻ്റെ വാച്ച് കടിക്കണം. വാച്ച് കടിക്കുന്നു. കടിക്കല്ലേ. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്. നിങ്ങൾക്ക് വരണം, എല്ലാവരും വന്ന് ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അടിപൊളിയാണ് അല്ലേ. കയറ് എൻ്റെ നാട്ട് കയറ്. ഇപ്പോൾ കൈയൊക്കെ കടിക്കുന്നു ഗൈസ്. എന്തിനാ കയറ്, നീ കയറ്. എൻ്റെ കയ്യിലും ഷോൾഡറിലൊക്കെ ഇതാണെങ്കിൽ എൻ്റെ വാച്ച്. ഇതിന്ന് ചുണ്ടി കടിക്കുന്നു. എടാ നമുക്ക് കിസ് ചെയ്യണൂടാ. എടാ കിസ് ചെയ്യുന്നോ? മുതലെടുക്കണമെങ്കിൽ ചുണ്ടി കടിക്കല്ലേ. ചുണ്ടി കടിക്കുന്നു. നീ കുർത്തക്കേടാണല്ലോ. ഡാടാ തൽപരകശിയല്ല. ക്യാമറ ഇല്ലേ? നോക്കി നോക്കി
കയറി വരണത്? എല്ലാം കുറുക്കടാ നോക്കി. ഈ ക്യാമറ അടിക്കുന്നു. ഇവനെ കൊണ്ട് തോറ്റല്ലേ. ഇവനാണെങ്കിൽ എൻ്റെ വാച്ചിൻ്റെ ബാക്കിൽ നീ കടിച്ചെടുക്കും. എന്തൊക്കെ കടിക്കുന്നു ഗൈസ്. ഇവൻ എൻ്റെ തലയിലിരിക്കുന്നത് കയറി വാ. ഇവനാണെങ്കിൽ വാച്ചിൻ്റെ പുറകിലാണ്. ക്യാമറ ആണോ നിനക്ക്? ആരാ ആരാ? തലയൊക്കെ കയറി വന്നിരിക്കുന്നു. ആരും തീരി തരല്ലേ. അപ്പുറത്ത് എന്താവുള്ള അപ്പുറത്ത് ഉണ്ടല്ലേ? ഇത് കയറാ. ഇഗ്വാന. വേറെ ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലോ. കടിക്കില്ല. സ്നേക്കോ? ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ. ആണോ? പാമ്പ് നല്ല സോഫ്റ്റാ. അത് സ്കിൻ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇവിടെ ഹെഡ്ജോ ഉണ്ട്. ഹെഡ്ജോ മുള്ളൻ്റെ ഒരു വകഭേദം. പിന്നെ ഇവിടെ ഹാംസ്റ്റർ. ഹാംസ്റ്റർ എന്ന് പറയും. ഓ ഹാംസ്റ്റർ കുഞ്ഞാണല്ലേ? അല്ല, ഇത് ഹാംസ്റ്റർ അത്രേ വരുള്ളൂ. ഓ ഇത് ജർമ്മൻ അങ്കോറ. ഇത് അങ്കോറ മുയല. ഓ അതിൻ്റെ ഒരു വേറെ വെർഷൻ അല്ലേ? ഇത് നോർമൽ റാബിറ്റ്. ഇത് കുഞ്ഞാ? ഓഹോ. ഇത് സീനാണല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഷോൾഡർ വയ്ക്കാൻ പറ്റും. അടി അടി അവന് ബട്ടൺസ് ഇവന് വീക്ക്നെസ്സാ. എപ്പോഴും അവനാ മക്കു പഠിക്കരുതാ. ഹലോ ഹലോ സംസാരിക്കല്ലേ? ഹലോ. അവന്
ഇതൊക്കെ എത്ര വയസ്സായി കാണും? ഇത് ഇപ്പം 1 വയസ്സ് 1.5 വയസ്സ് 1.5 വയസ്സായി കാണുമല്ലേ? ആയില്ല. ആവുമ്പോൾ അതും സെയിം ആണല്ലേ? ഈ കിഴിൻ്റെയൊക്കെ പേരെന്താണ്? ഇതിൻ്റെയൊക്കെ ഇത് സൺകൊണൂർ. എന്ത്? സൺ 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 സൺകൊണൂർ. 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 ഈ യെല്ലോ ബേർഡ്. യെല്ലോ ബേർഡ്. അത് ആ വെള്ള കോക്ടെയിൽ. കോക്ടെയിൽ. ആ അത് വേറെ കേട്ടിട്ടുണ്ട്. ഇത് സൺകൊണൂർ. ഇത് അതിൻ്റെ ഈ ചെറുതായി കിടക്കണം. ആ ആഫ്രിക്ക. ഇത് ആഫ്രിക്കൻ തത്തയല്ലേ? ആഫ്രിക്കൻ പേപ്പാരറ്റ്. ഇതാണ് തത്തകളിൽ ഏറ്റവും സംസാരിക്കാൻ പറ്റുന്നത്. നമ്മൾ ട്രെയിൻ ചെയ്തെടുത്താൽ മനസ്സിലാക്കുക. അടിപൊളി കഴിയല്ല. പേടിയുണ്ടല്ലേ? വിളിക്കണേ? ഹലോ ഹലോ. സിറ്റി സ്ഥലമാണ് അരിക്കൽ എക്സോട്ടിക് ബേർഡ് പാർക്ക് എന്ന് പറയും. ഇതിൻ്റെ മുകളിൽ കുറേ കിളികൾ പക്ഷികളുണ്ട്. അപ്പം നിങ്ങൾ അരിക്കൽ വാട്ടർഫോൾ കാണാൻ പറഞ്ഞെങ്കിൽ ഇത് മസ്റ്റ് വിസിറ്റ് ചെയ്യണം. ഈ ഒരു എക്സ്പീരിയൻസ് ഇത് വേറെ സ്ഥലത്ത് കിട്ടുമെന്ന് അറിയില്ല. അടിപൊളിയാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരെ ഒരു കേവ് ഉണ്ട് ഗൈസ്. കേവിൻ്റെ കൊച്ചാരക്കൽ എന്ന് പറഞ്ഞ ഒരു കേവ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം. ബിക്കോസ് ഇവിടെ നിന്ന് തൊട്ടടുത്ത് ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ വന്ന സ്ഥിതിക്ക് അതുകൂടെ കാണാനല്ലേ നല്ലത്. എത്താറായി ഗൈസ്. 2 കിലോമീറ്റർ. എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു സ്ഥലം. അടിപൊളി. അതെ, ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ട്. അതെ, വെള്ളമൊക്കെ വീഴുന്നുണ്ട് നമുക്ക്. സ്ഥലം കേവ് ഒന്നും പറയുന്നത് ഇതാണ്. കാച്ചിര. ഇതാണ് കേവ്. അതിൻ്റെ മുകളിൽ പോകാൻ പറ്റും, അതിൻ്റെ ഉള്ളിലൊക്കെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ സൂക്ഷിച്ച് കയറണം. എന്തായാലും ഞാൻ കയറുന്നില്ല. നിങ്ങൾ വന്നിട്ട് കയറാൻ നിൽക്കണ്ട. ബിക്കോസ് ഇത് റിസ്ക്കായ കാര്യങ്ങളാണ്. നല്ല റിസ്ക്കാണ് അതിന് മുകളിൽ കയറി നിൽക്കാനൊക്കെ. വെള്ളം പോണത് ഏതോ വലിയ കാട്ടിൽ വന്നിരിക്കുന്ന ആ ഒരു ഫീല്. പാമ്പൊക്കെ ഉണ്ടാവുന്നു. കുറേ പേരൊക്കെ ഡ്രസ്സൊക്കെ നനയ്ക്കുന്നു. അല്ല, ഇത് എക്സിറ്റ് അല്ലേ? മോളിൽ പോയാ ഇതാണ് എൻട്രൻസ്. ഓ, ചേച്ചി പറഞ്ഞത് ഇതാണ് മെയിൻ എൻട്രൻസ്. ഞാൻ വന്ന വഴി എന്ന് പറഞ്ഞത് ബാക്കാണ്. സത്യം പറഞ്ഞാൽ അതുവഴി വരാൻ പാടില്ല. അത് റിസ്ക് ആയ ഒരു വഴിയാണ്. മാക്സിമം ഇതുവഴി വരാൻ നോക്കാം. അത് ജസ്റ്റ് ഒരു പാർക്കിംഗ് ആണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടെ നിന്ന് ഈ ഒരു കാഴ്ചയും കിട്ടും. അതെ, ഇവിടെയാണ് ബോർഡൊക്കെ വെച്ചിട്ടുള്ളത്. സോ ഇവിടെ എത്തിയാന്ന് ഞാൻ ആളൊന്നുമില്ല. ഇതാണ് മെയിൻ എൻട്രൻസ്. ഞാൻ വന്ന വഴി മാറണം ഗൈസ്.
ആ വന്ന വഴി എനിക്ക് ഓർമ്മയില്ല ഇപ്പം അല്ലേ. നിങ്ങൾക്ക് ഇവിടെ വരാം. സെറ്റല്ല, ഒരു ചെറിയൊരു കേവാണ്, അടിപൊളിയാണ് ഫീൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുളിക്കാം. അങ്ങനെ ഇങ്ങോട്ടൊരു വഴിയുണ്ട്. ഞാൻ വന്ന വഴി എനിക്ക് മറന്നുപോയി ഗൈസ്. ഇനി വീണ്ടും താഴോട്ട് ഇറങ്ങിയിട്ട് അതുവരെ പോണതായിരിക്കും നല്ലത്. സ്ഥലത്ത് വന്നിട്ട് വേസ്റ്റ് ഒന്നും ഇടാതിരിക്കുക. ഇങ്ങോട്ട് എന്തോ ഒന്ന് തോന്നും, അത് വീടാണോ? അങ്ങോട്ട് പോകണ്ട, നമുക്ക് താഴോട്ട് ഇറങ്ങാം. അപ്പോൾ ഇവിടുത്തുള്ള ആൾക്കാർക്ക് ഈ വെള്ളമാണ് ഇവർ യൂസ് ചെയ്യണത്. അപ്പം 5 മണി കഴിഞ്ഞിട്ട് ഇവിടെ പ്രവേശനം ഇല്ല സത്യം പറഞ്ഞാൽ. ചേച്ചി അങ്ങോട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങോട്ടൊന്നും ഇല്ലല്ലോ. ഓ അങ്ങനെ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമുക്കിനി വീട്ടിൽ പോകാം. ബൈ ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.